Alhamdulillah, Alhamdulillahi Rabbil Alamin. Allahumma salli ala Muhammadin wa ala ali Muhammad. ഇനി നമുക്ക് സൂറത്തു തൗബയിലെ 102-ാമത്തെ സൂക്തം പറയാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. وآخرون اعترفوا بذنوبهم خلطوا عملا صالحا وآخر سيئا عسى الله أن يتوب عليهم إن الله غفور رحيم. وآخرون വേറെ ചില ആളുകളുമുണ്ട്. ഇഅ്തറഫു അവർ സമ്മതിച്ചിരിക്കുന്നു, അവർ ഏറ്റുപറഞ്ഞിരിക്കുന്നു, ബിദുനൂബിഹിം അവരുടെ കുറ്റങ്ങളെ. ഖലത്തു അവർ കലർത്തി, അമലൻ സ്വാലിഹൻ സൽക്കർമ്മങ്ങളെ, വആഖറ ശൈഅൻ വേറെ ചീത്ത കാര്യങ്ങളെയും, അഥവാ നന്മയും തിന്മയും കൂടിക്കലർത്തി പ്രവർത്തിച്ച അല്ലെങ്കിൽ കൂടിക്കലർന്ന ചില ആളുകളും അവരുടെ കൂട്ടത്തിലുണ്ട്. അസല്ലാഹു അൻ യതൂബ അലൈഹിം അള്ളാഹു അവരുടെ പശ്ചാത്താപം സ്വീകരിച്ചേക്കും. ഇന്നല്ലാഹ ഗഫൂറുർ റഹീം അള്ളാഹു ഏറെ പൊറുക്കുന്നവനാണ്, കരുണാനിധിയാണ്. ഒന്നുകൂടെ അർത്ഥം പറയാം. വആഖറൂന വേറെ ചിലരുമുണ്ട്, മറ്റു ചിലരുമുണ്ട്. ഇഅ്തറഫു അവർ സമ്മതിച്ചു, ബിദുനൂബിഹിം അവരുടെ കുറ്റങ്ങളെ, ഖലത്തു കലർത്തി, അമലൻ സാലിഹൻ സൽക്കർമ്മങ്ങളെ, വആഖറ വേറെ ചിലതിനെയും, സയ്യിഅൻ തിന്മയായതിനെ. അപ്പോൾ തിന്മയെയും നന്മയെയും കലർത്തിയ ചിലരും അവരുടെ കൂട്ടത്തിലുണ്ട്. അത് നന്മ ചെയ്തിട്ടുണ്ട് ധാരാളം, ചിലപ്പോൾ തെറ്റുകളും തിന്മകളും സംഭവിച്ചിട്ടുമുണ്ട്. അങ്ങനെയുള്ള ആളുകളും അവരിലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂട്ടത്തിലുള്ളവരുടെ കൂട്ടത്തിലുണ്ട്, നബിയുടെ അനുയായികളുടെ കൂട്ടത്തിലുണ്ട് എന്നർത്ഥം. അസല്ലാഹു അൻ യതൂബ അലൈഹിം അസല്ലാഹു അല്ലാഹു ആയേക്കും, അൻ യതൂബ അലൈഹിം അവരുടെ തൗബ സ്വീകരിച്ചേക്കും. അവർ ആത്മാർത്ഥമായി പശ്ചാത്തപിച്ചാൽ അള്ളാഹ് സ്വീകരിക്കാനുള്ള സാധ്യതയാണ് കൂടുതലുള്ളത് എന്നർത്ഥം. ഇന്നല്ലാഹ ഗഫൂറുർ റഹീം അള്ളാഹു ഏറെ പൊറുക്കുന്നവനാണ്, കരുണാനിധിയാണ്. ഇത് തബൂക്ക് യുദ്ധാനന്തരം ബനൂ ഖുറൈള, നമുക്കറിയാലോ, തബൂക്ക് യുദ്ധം കഴിഞ്ഞ് വിശ്രമിക്കാൻ അവസരം കിട്ടുന്നതിൻ്റെ മുമ്പ് തന്നെ അള്ളാഹുവിൻ്റെ കൽപ്പനയുണ്ടായി. മദീനയുടെ അടുത്ത് പ്രാന്തപ്രദേശത്ത് താമസിക്കുന്ന ബനൂ ഖുറൈള എന്ന ജൂതഗോത്രം നിർണായകമായ ഒരു ഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായുണ്ടാക്കിയ കരാറിനെ ലംഘിക്കുകയും ഉള്ളിൽ നിന്ന് മദീനയെ ആക്രമിക്കാൻ തുനിയുകയും ചെയ്തവരാണ്. മാത്രവുമല്ല, അവർ ഖുറൈശികളുമായി ചില നീക്കുപോക്കുകളൊക്കെ നടത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമം നടത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ തബൂക്കിൽ നിന്ന് മടങ്ങി വന്ന ഉടനെ, അത് ദീർഘമായ ഒരു യാത്രയായിരുന്നു, അത് കഴിഞ്ഞ് മടങ്ങി വന്ന് വിശ്രമിക്കാൻ അവസരം കിട്ടുന്നതിൻ്റെ മുമ്പ് തന്നെ ബനൂ ഖുറൈളയിലേക്ക് പുറപ്പെടണം എന്ന അള്ളാഹുവിൻ്റെ കൽപ്പനയുണ്ടായി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് തൻ്റെ സഹാബികളെ അറിയിച്ചു. 3000-ഓളം ത്യാഗിവര്യന്മാരായ സഹാബികളുമൊത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ബനൂ ഖുറൈളയിലേക്ക് പുറപ്പെട്ടു. അവരെ ഉപരോധിച്ചു. അവരുടെ കോട്ടക്കകത്തു നിന്ന് പുറത്തു വരാൻ കഴിയാത്ത വിധം അവരെ ഉപരോധിച്ചു. അവരുടെ ഉള്ളിൽ ഭയം കുടുങ്ങി. ഒന്നുകിൽ അവർ ഇസ്ലാം സ്വീകരിക്കണം, അല്ലെങ്കിൽ അവർ നാടുവിട്ടു പോകണം. ഇങ്ങനെയുള്ള ചർച്ചകളൊക്കെ സജീവമായിരുന്നു. അവസാനം അവർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സമ്മതിച്ചു, നിങ്ങളുടെ കൂട്ടത്തിലുള്ള അബൂ ലുബാബ, അദ്ദേഹവുമായിട്ട് ഞങ്ങൾ ചർച്ച നടത്താം. അബൂ ലുബാബ റളിയല്ലാഹു അൻഹുവിന് അവരുടെ കോട്ടക്കടുത്ത് തോട്ടങ്ങളുണ്ട്, അതുകൊണ്ട് അവരുമായി അടുത്ത ബന്ധമുണ്ട്. അബൂ ലുബാബ റളിയല്ലാഹു അൻഹു തബൂക്ക് യുദ്ധത്തിന് പോയിട്ടില്ല എന്നൊരഭിപ്രായവും
തഫ്സീർ ഇബ്നു കസീർ പോലെയുള്ള കിതാബുകളിൽ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. എന്തായിരുന്നാലും അബൂ ലുബാബ റളിയല്ലാഹു അൻഹു അവരുടെ അടുക്കലേക്ക് ചെന്നപ്പോൾ ചർച്ചയ്ക്ക് ചെന്നപ്പോൾ എന്താണ് ഞങ്ങളിൽ ഉള്ള മുഹമ്മദ് നബിയുടെ തീരുമാനം എന്തായിരിക്കുമെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം കഴുത്തിൽ ഇങ്ങനെ അറുക്കുന്ന മാതിരി ആംഗ്യം കാണിച്ചു. നിങ്ങൾ അറുക്കും. അത് പറയാനൊന്നും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. അത് അങ്ങനെ ചെയ്ത് അവരൊക്കെ ഭയപ്പെട്ടു. യഥാർത്ഥത്തിൽ അബൂ ലുബാബ റളിയല്ലാഹു അൻഹുവിന് വല്ലാത്തൊരു അസ്വസ്ഥത. കാരണം എന്നോട് ഏൽപ്പിക്കാത്തൊരു കാര്യം ഞാൻ പറഞ്ഞിരിക്കുകയാണ്. എന്താണ് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ തീരുമാനം എന്ന് അറിഞ്ഞിട്ടില്ല. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അവരെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊല്ലും എന്ന് പറഞ്ഞിരിക്കുക. അത് അദ്ദേഹത്തിന് മനസ്സിന് വല്ലാതെ മഥിച്ചു. അദ്ദേഹം വെപ്രാളപ്പെട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ നിൽക്കാതെ മദീനയിലേക്ക് മടങ്ങി. എന്നിട്ട് മദീനയിലെ പള്ളിയുടെ ഒരു തൂണിൽ സ്വയം കെട്ടിയിട്ടു. എന്നിട്ട് പറഞ്ഞു, അള്ളാഹു എൻ്റെ പശ്ചാത്താപം സ്വീകരിക്കുകയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ അഴിച്ചു വിടുകയും ചെയ്യുന്നത് വരെ ഞാൻ ഇവിടെ ഉണ്ടാകും. അങ്ങനെ ഏകദേശം 5 ദിവസം അദ്ദേഹം ആ തൂണിൽ സ്വയം ബന്ധിതനായി കഴിഞ്ഞു. ഭക്ഷണത്തിൻ്റെ സമയത്ത്, നമസ്കാരത്തിൻ്റെ സമയത്ത് ഭാര്യ അദ്ദേഹത്തിൻ്റെ കെട്ടഴിച്ചു വിടും. അത് കഴിഞ്ഞാൽ പിന്നെ ഉടനെ വന്ന് അവിടെ ബന്ധിച്ചു നിൽക്കും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് കണ്ടു. ബനൂ ഖുറൈലയുടെ കാര്യം തീരുമാനമായി. മറ്റു സഹാബിയുമായി ചർച്ച ചെയ്തുകൊണ്ട് അത് അവരുടെ കാര്യം അതല്ലല്ലോ ഇപ്പോൾ നമ്മുടെ വിഷയം. അവരിലെ യോദ്ധാക്കളായവരെ കൊന്നു. അവരുടെ സ്ത്രീകളെയും കുട്ടികളെയും ബന്ധികളാക്കി അവർ നാട് വിട്ടു പോകേണ്ടി വന്നു. ബാക്കിയുള്ളവരൊക്കെ നാട് വിട്ടുപോയി. എന്തായിരുന്നാലും അബൂ ലുബാബ റളിയല്ലാഹു അൻഹു ഇങ്ങനെ സ്വയം ബന്ധിതനായിരിക്കുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടു. എന്താ സംഭവം എന്ന് അന്വേഷിച്ചപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അദ്ദേഹം കാര്യം പറഞ്ഞു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇനി അള്ളാഹു ഒരു തീരുമാനം എടുക്കുന്നത് വരെ അദ്ദേഹം അങ്ങനെ നിൽക്കട്ടെ, ഞാനായിട്ടൊരു തീരുമാനം പറയില്ല. അവസാനം അള്ളാഹു സുബ്ഹാനഹു വ തആല ആ വിഷയത്തിൽ ഇടപെട്ടു. ഈ ആയത്തിറങ്ങി. ഇപ്പോൾ നമ്മൾ ഓതിയ വആഖറൂന ഇഅ്തറഫു ബിദുനൂബിഹിം. ഈ വഹയി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് കിട്ടുമ്പോൾ റസൂലും സന്തോഷിച്ചു. റസൂൽ സന്തോഷത്തോടു കൂടി വിളിച്ചു പറഞ്ഞു, അബൂ ലുബാബയുടെ പശ്ചാത്താപം അള്ളാഹ് സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഇത് കേട്ടുകൊണ്ട് ചോദിച്ചു, അള്ളാഹുവിൻ്റെ റസൂലെ, ഞാൻ അദ്ദേഹത്തെ അറിയിച്ചോളൂ. അങ്ങനെ ഭാര്യ അദ്ദേഹത്തെ അറിയിച്ചു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സുബഹിക്ക് ചെന്ന് അദ്ദേഹത്തിൻ്റെ കെട്ടഴിച്ചു വിട്ടു. ഇന്നും ഉസ്തുവാനത്തു അബീ ലുബാബ എന്ന പേരിൽ മദീന പള്ളിയിൽ ആ തൂണുണ്ട്. നമ്മൾ റൗള എന്ന് പറയുന്ന സ്ഥലത്ത് ഉസ്തുവാനത്തു അബീ ലുബാബയുടെ തൂണ് എന്ന പേരിൽ എന്ന് പറയപ്പെടുന്നു. അപ്പോൾ ആ വിഷയത്തിലാണ് ഈ ആയത്തിറങ്ങിയത്. ആഖറൂന ഇഅ്തറഫു ബിദുനൂബിഹിം. വേറെ ചിലരുമുണ്ട്. ആഖറൂന, ആഖർ എന്നുള്ളതിൻ്റെ ബഹുവചനം ആഖറൂന. ഇഅ്തറഫ സമ്മതിക്കുക, ഏറ്റുപറയുക. ഇഅ്തറഫു ബഹുവചനമായ ക്രിയ ആണത്. അവർ സമ്മതിക്കുന്നു. ബിദുനൂബിഹിം അവരുടെ കുറ്റങ്ങളെ. ഖലത്തു അവർ കലർത്തിയിട്ടുണ്ട്. അമലൻ സാലിഹൻ സൽക്കർമ്മങ്ങളെ. ആഖറ സയ്യൻ മറ്റു തിന്മകളെയും. കണ്ടോ, അബൂ ലുബാബ റളിയല്ലാഹു അൻഹുവിനെ പോലെ നിഷ്കളങ്കരായ ഒരു സഹാബിയിൽ നിന്നുണ്ടായ വലിയൊരു അബദ്ധം. അത് അദ്ദേഹം സ്വയം തെറ്റു സമ്മതിച്ചു. ഇത് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ കാര്യത്തിലാണ് അവതരിപ്പിക്കപ്പെട്ടതെങ്കിലും ഇതിൻ്റെ പൊരുൾ പൊതുവാണ്, നമുക്കൊക്കെ ബാധകമാണ്, നമുക്കൊക്കെ സമാധാനം നൽകുന്നതുമാണ്. യഥാർത്ഥത്തിൽ സാധാരണക്കാരായ മുഅ്മിനുകൾ അങ്ങനെ തന്നെയല്ലേ? തെറ്റ് പറ്റുമല്ലോ, തെറ്റ് സംഭവിക്കും. ഖലത്തു അമലൻ സാലിഹൻ വ ആഖറ സയ്യിഅൻ. നന്മയും തിന്മയും ഒക്കെ ഇടകലർത്തി അവർ നന്മ കുറേ ചെയ്യുന്നുണ്ടാകും, തിന്മയും സംഭവിക്കും. അപ്പം അങ്ങനെയുള്ള ആളുകൾക്ക് വലിയ പ്രതീക്ഷ നൽകുന്നൊരു സൂക്തമാണ്. കാരണം അസല്ലാഹു അൻ യതൂബ അലൈഹിം, അള്ളാഹു അവരുടെ തൗബ സ്വീകരിക്കും. തൗബ സ്വീകരിക്കണമെങ്കിൽ എന്ത് വേണം? കുറ്റം സമ്മതിക്കണം, എന്നിട്ട് തൗബ ചെയ്യണം, പശ്ചാത്തപിക്കണം. ഈ സമ്മതിക്കാതെ തെറ്റുപറ്റിയതിനെയൊക്കെ ന്യായീകരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഈ തെറ്റ് എന്ന് പറഞ്ഞാൽ പല
കാര്യത്തിൽ പല തരത്തിലുണ്ടാകും. ചെയ്യേണ്ടത് ചെയ്യാതെ, നിർബന്ധമായി അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങൾ അനുഷ്ഠിക്കാതെ, നിർബന്ധമായി പാലിക്കേണ്ട കാര്യങ്ങൾ പാലിക്കാതെ ജീവിക്കുക. എന്നാൽ എല്ലായ്പ്പോഴും അങ്ങനെയല്ല, ചിലപ്പോഴൊക്കെ അങ്ങനെ സംഭവിക്കുക. അതുപോലെ ചെയ്യാൻ പാടില്ലാത്തത് ചെയ്യുക, പറയാൻ പാടില്ലാത്തത് പറയുക, സമ്പാദിക്കാൻ പാടില്ലാത്ത വിധത്തിൽ സമ്പാദിക്കുക, ചെലവഴിക്കാൻ പാടില്ലാത്ത വിധത്തിൽ സംഭവിക്കുക, വർത്തമാനം പറയാൻ പാടില്ലാത്തത് പറയുക, പറയേണ്ടത് പറയാതിരിക്കുക. ഇതൊക്കെ തെറ്റുകൾ തന്നെ. എന്നാൽ ഇബാദത്തുകളൊക്കെ ചെയ്യുന്നുണ്ട്, നിർവഹിക്കുന്നത് നന്മകൾ ഒരുപാട് ചെയ്യുന്നുണ്ട്. അപ്പം ഇങ്ങനെ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നാമതായി വേണ്ടത് അത് പറ്റിയിട്ടുണ്ടെന്ന് സമ്മതിക്കാണ്. മനുഷ്യർ തമ്മിലുള്ള തെറ്റാണെങ്കിൽ ആ മനുഷ്യനോട് സമ്മതിക്കണം, ഞാൻ തെറ്റാണ് ചെയ്തു പോയത് നിങ്ങളോട്. അദ്ദേഹത്തോട് മാപ്പ് ചോദിക്കണം, അദ്ദേഹത്തോട് ക്ഷമക്കപേക്ഷിക്കണം. എന്നിട്ട് അദ്ദേഹത്തോട് മാപ്പ് അപേക്ഷിച്ചിട്ട് അദ്ദേഹത്തിൽ നിന്ന് ആ കുറ്റം വിട്ടുകളയണം. തെറ്റ് പറ്റിപ്പോയത് മാപ്പ് ചോദിച്ചുകൊണ്ട് അദ്ദേഹം ക്ഷമിക്കണം. എന്നിട്ട് അള്ളാഹുവിനോട് പറയണം. വ്യക്തികൾ തമ്മിലുള്ള കുറ്റം അങ്ങനെ അള്ളാഹ് പോക്കുള്ളൂ. അല്ലാതെ അള്ളാഹുവിനോട് ചെയ്യുന്ന കുറ്റങ്ങൾ വേറെ ഉണ്ടാവുമല്ലോ. ഒരാൾ നോമ്പ് മാറ്റില്ല, അതുകൊണ്ട് ആളുകൾക്ക് മറ്റാളുകൾക്കൊന്നും ഒരു ദോഷമില്ല. പക്ഷെ അള്ളാഹുവിനോട് ചെയ്തൊരു അനുസരണക്കേടാണ്. ഇങ്ങനെ ഓരോന്നും. അപ്പം അങ്ങനെയുള്ള ആളുകൾ അള്ളാഹുവിനോട് എന്ത് വേണം? താൻ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് സമ്മതിക്കണം. എന്നിട്ട് ഇനി ആവർത്തിക്കുകയില്ലെന്ന് തീരുമാനിക്കുകയും എന്നിട്ട് അള്ളാഹുവിനോട് പറയുകയും വേണം. പിന്നെ ആ തെറ്റ് ആവർത്തിക്കരുത്, നന്മ ധാരാളം ചെയ്യുകയും വേണം. നമ്മൾ സയ്യിദുൽ ഇസ്തിഗ്ഫാർ പഠിക്കുമ്പോൾ ചൊല്ലുമ്പോൾ അതിലൊരു വാക്കുണ്ടല്ലോ, അബൂ ലക ബിസ്മി അല്ലാഹുമ്മ ലാ ഇലാഹ ഇല്ല അൻത റബ്ബി അന അബ്ദുക അന അലാ അഹദിക വഅദിക മസ്തതഅതു വഅഊദു ബിക മിൻ ശർരി മാ സനഅതു വഅബൂ ലക ബിദംബി, ഞാൻ എൻ്റെ കുറ്റങ്ങൾ സമ്മതിക്കുന്നു. ഈ സമ്മതിക്കണം, ന്യായീകരിക്കരുതെന്നർത്ഥം. ഈ വ്യക്തികളോട് ചെയ്ത കുറ്റങ്ങളും തെറ്റുകളുമാണെങ്കിൽ അവരോട് ന്യായീകരിച്ചുകൊണ്ട് ഞാൻ ചെയ്തത് ന്യായമാണെന്ന് വരുത്തല്ല. അത് തെറ്റാണ് എൻ്റെ അടുത്ത് പറ്റിയത്, വാക്കാലായാലും പ്രവൃത്തിയാലായാലും. എന്നിട്ട് സമ്മതിച്ചിട്ട് ക്ഷമ ചോദിച്ചിട്ട് പിന്നെ അള്ളാഹുവിനോട് പറയണം. അല്ലാത്ത വ്യക്തികൾക്കൊന്നും ബാധകമാകാത്ത വിധത്തിൽ അള്ളാഹുവിനോട് മാത്രം ചെയ്യുന്ന തെറ്റുകളും തിന്മകളും ധാരാളം ഉണ്ടാകും. അത് അള്ളാഹുവിനോട് തൗബ ചെയ്യണം. അസല്ലാഹു അൻ യതൂബ അലൈഹിം, അത്തരക്കാരുടെ തൗബ, പശ്ചാത്താപം. എന്താ തൗബ? മടങ്ങി വരവുന്ന, അള്ളാഹുവിലേക്കുള്ള മടക്കം, അത് അള്ളാഹു സ്വീകരിച്ചേക്കും. താബ അല എന്നാണ്, യതൂബ അലൈഹിം, അല എന്നുള്ളതാണ്. താബ അല എന്ന് പറഞ്ഞാൽ തൗബ സ്വീകരിച്ചു എന്നാണ്. തൗബ ഇല എന്ന് പറഞ്ഞാൽ താബൽ അബ്ദു ഇലല്ലാ, അള്ളാഹുവിലേക്ക് തൗബ ചെയ്തു എന്നാണ്. ഒന്ന് അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് ചെന്നു എന്നാണ്, ഒന്ന് അള്ളാഹു പശ്ചാത്താപം സ്വീകരിച്ചു എന്നാണ്. താബ ഇല, താബ അല, ബട അല എന്നാണ്. അൻ യതൂബ അലൈഹിം, അള്ളാഹു അവരുടെ പശ്ചാത്താപം സ്വീകരിച്ചേക്കും. ഇന്നല്ലാഹ ഗഫൂറുർ റഹീം. എന്താ കാരണം? തീർച്ചയായും അള്ളാഹു ഗഫൂറാണ്, അള്ളാഹു പൊറുക്കുന്നവനാണ്. തൗബ ചെയ്യുന്നതും ഇസ്തിഗ്ഫാർ ചെയ്യുന്നതും അള്ളാഹുവിന് ഇഷ്ടമാണ്. വ്യക്തികൾക്കാണ് ചിലപ്പോഴൊക്കെ, മനുഷ്യന്മാർക്കാണ് അതൊന്നും അത്ര സഹിക്കാതിരിക്കുക. അള്ളാഹുവിനോട് പറ്റിയ തെറ്റുകൾ ഏറ്റുപറഞ്ഞുകൊണ്ട് അവനോട് മാപ്പ് ചോദിക്കുന്നത്, ക്ഷമ ചോദിക്കുന്നത് അള്ളാഹുവിൻ്റെ ഇഷ്ടമാണ്. ഇന്നല്ലാഹ ഗഫൂറുർ റഹീം, ഏറെ കരുണ ചെയ്യുന്നവനുമാണ്. അതൊക്കെ നമുക്ക് അറിയുന്ന വിഷയങ്ങളാണല്ലോ. അപ്പം ഞാനത് കൂടുതൽ വിശദീകരിക്കേണ്ടതില്ല, ഒന്നുകൂടി അർത്ഥം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ആഖറൂന ഇഅ്തറഫു ബിദുനൂബിഹിം, അത് കൂട്ടി ഓതുമ്പോൾ ആഖറൂന ഇഅ്തറഫു ബിദുനൂബിഹിം. അപ്പം ഈൻ്റെ ഉച്ചാരണം കേൾക്കൂല. ഇഅ്തറഫ എന്ന് ഒറ്റക്ക് എടുത്ത് പറയുമ്പോഴാണ് ഈന്ന് കേൾക്കുക, അല്ലെങ്കിൽ ഹംസൻ്റെ ഉച്ചാരണം കേൾക്കുക, അല്ലെങ്കിൽ നമ്മൾ കൂട്ടി ഓതും. ആഖറൂന ഇഅ്തറഫു ബിദുനൂബിഹിം, മറ്റു ചിലരും അവരുടെ കൂട്ടത്തിലുണ്ട്, അവർ അവരുടെ കുറ്റങ്ങൾ സമ്മതിച്ചിരിക്കുന്നു. ഖലത്തു അമലൻ സ്വാലിഹ, സൽക്കർമ്മങ്ങളെ അവർ കലർത്തി. വഅഖറ സയ്യിഅ, മറ്റു തിന്മകളുമായി. അസല്ലാഹു അൻ യതൂബ അലൈഹിം, അല്ലാഹു അവരുടെ തൗബ സ്വീകരിച്ചേക്കും. അസ ആയേക്കും, അതങ്ങനെ പറയണത്. അത് അവരുടെ തൗബ ചെയ്യുന്നതിൻ്റെ ആത്മാർത്ഥത അനുസരിച്ചാണ്. നമ്മളെ നാട്ടിലൊക്കെ ഒരു ചൊല്ലില്ല, കാക്ക തൗബ ഇനി ചെയ്യൂല എന്ന് പറയും, പിന്നെയും ചെയ്യും. അങ്ങനെയല്ല, അവരുടെ തൗബയ്ക്ക് എത്രത്തോളം നിഷ്കളങ്കതയുണ്ട്, ആത്മാർത്ഥതയുണ്ട്, അതിനനുസരിച്ച് അള്ളാഹു പുറത്തു കൊടുത്തേക്കും.
ഇന്നല്ലാഹ ഗഫൂർ റഹീം, അള്ളാഹു ഏറെ പൊറുക്കുന്നവനാണ്, കരുണ ചെയ്യുന്നവനാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ അടുക്കൽ പറ്റിയിട്ടുള്ള തെറ്റുകൾ സമ്മതിക്കുകയും അതിന് അള്ളാഹുവിനോട് മാപ്പപേക്ഷിക്കുകയും തൗബ ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരുപാട് തെറ്റുകളും കുറ്റങ്ങളും സംഭവിച്ചിട്ടുണ്ട് നാഥ. എല്ലാം ഞങ്ങൾക്ക് നീ വിട്ടുപുറത്ത് മാപ്പ് നൽകണം. പരലോകത്ത് ശിക്ഷിക്കല തമ്പുരാനെ, പരലോകത്ത് ശിക്ഷിക്കല്ലേ. ഞങ്ങൾ നിൻ്റെ മുമ്പിൽ നിൽക്കേണ്ടവരാണ്, വിചാരണയ്ക്ക് ഹാജരാവേണ്ടവരാണ്. ആ സന്ദർഭത്തിൽ ഏറ്റവും ഉത്തമരായിക്കൊണ്ട് നിൻ്റെ മുമ്പിൽ നിൽക്കാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണം. അതിന് മുഅ്മിനീങ്ങളായി, മുഹ്സിനീങ്ങളായി, മുത്തഖീങ്ങളായി, മുസ്ലിമീങ്ങളായി ഞങ്ങളെ നീ രേഖപ്പെടുത്തണം അല്ലാഹ്. ഞങ്ങളുടെ കർമ്മങ്ങളൊക്കെ വെളിവാക്കുന്ന പ്രദർശിപ്പിക്കുന്ന സന്ദർഭത്തിൽ ഞങ്ങളെ നീ മാനം കെടുത്തരുതേ രക്ഷിതാവേ. ഇഹലോകത്ത് വെച്ച് തന്നെ ഞങ്ങളുടെ കുറ്റങ്ങളെല്ലാം ഞങ്ങൾ മനസ്സിലാക്കുകയും നിന്നോട് തൗബ ചെയ്തുകൊണ്ട് നിഷ്കളങ്കരായി നിഷ്കപടരായി നിൻ്റെ അടുത്തേക്ക് മടങ്ങി വരാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകുകയും ചെയ്യണം. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ വൽഹംദുലില്ലാഹി റബ്ബിൽ